നമസ്കാരം. റേക്കി ശാക്തേ ദേവവാണി. എല്ലാ രാത്രികളിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അങ്ങേയറ്റം സഹായകരമായ ഒരു പ്രയോഗ രീതി നിങ്ങൾക്ക് റേക്കിയിലൂടെ ധ്യാനത്തിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത് പരിശീലിക്കാം. വെളിച്ചം അണച്ച് ഉറങ്ങാൻ തയ്യാറായി കിടക്കയിൽ ഇരിക്കുക. ആ സമയത്ത് കണ്ണുകളടച്ച് വിരസവും അർത്ഥശൂന്യവുമായിട്ടുള്ള ചില ശബ്ദം നിങ്ങൾ പുറപ്പെടുവിക്കുക. ലാല, ഹാഹ. അല്പസമയം ഇങ്ങനെ ഉച്ചരിക്കുകയും പുതിയ ശബ്ദങ്ങൾ മനസ്സിൽ നിന്ന് വരാൻ തുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബ്ദങ്ങളോ വാക്കുകളോ നിങ്ങൾക്കറിയാവുന്ന രീതിയിലായിരിക്കരുത് എന്ന് മാത്രം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഉണർന്നു വരുന്ന അർത്ഥശൂന്യമായിട്ടുള്ള വാക്കുകൾ ജപിച്ചു കൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ സംസ്കൃതം പറയാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ സ്പാനിഷ് സംസാരിക്കാൻ ശ്രമിക്കുക. മലയാളം നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിൽ നിങ്ങൾ ജർമ്മനിയിൽ ഉള്ള ഏതെങ്കിലും വാക്കുകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരും. അങ്ങനെ നിഗൂഢമായ സ്വര അക്ഷരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത, ദേവവാണി ധ്യാനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഏതാനും സെക്കൻഡുകൾ നിങ്ങളിങ്ങനെ അർത്ഥശൂന്യമായ വാക്കുകൾ, അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങളിൽ നിങ്ങൾക്കറിയാത്ത ഒരു ഭാഷ തന്നെ നിങ്ങളിൽ നിന്ന് ഉയർന്നു വരും, വിരിഞ്ഞു വരും. അതൊരു ധ്യാനത്തിൻ്റെ സങ്കേതത്തിൻ്റെ ആദ്യപടിയായിട്ടാണ് അതിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അബോധ മനസ്സ് സംസാരിക്കുമ്പോൾ ബോധ മനസ്സിന് ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള ഒരവസ്ഥ വന്നതിന് ശേഷം നിങ്ങളുടെ അബോധ മനസ്സ് ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങും. ഈ വാക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ധ്യാന രീതിയാണ് പോളിനേഷ്യൻ സോങ് ഹേലോവ കീലോവ മാന ഹോലോ സേഹേക്കി സോഹം. അങ്ങനെ കണ്ണടച്ച് അല്പസമയം കിടക്കയിൽ ഇരുന്നിട്ട് ഹേലോവ കീലോവ മാന ഹോലോ സേഹേക്കി സോഹം, ഹേലോവ കീലോവ മാന ഹോലോ സേഹേക്കി സോഹം, ഹേലവ കീലവ മാന ഹോൽ സേഹേക്കി സോഹം. ഈ ശബ്ദങ്ങളിങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അത് യൂണിവേഴ്സിലേക്ക് പോയി യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനത്തിന് അതിനെ വംശവതയാക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ആ ഒരു ആഗ്രഹം സഫലീകൃതമായി വരുന്നതാണ് അല്പ ദിവസങ്ങൾക്കകം തന്നെ. അങ്ങനെ ഉപബോധ മനസ്സിനെ പ്രവർത്തിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള ഒരു ധ്യാന രീതിയാണ് ദേവവാണി ധ്യാന രീതി. അങ്ങനെ നിങ്ങളുടെ ബോധ മനസ്സിനെ ഉറക്കിയിട്ട് ഉപബോധ മനസ്സിനെ ഉണർത്തിച്ച് ഈ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ അമൂർത്തമായിട്ടുള്ള ശക്തിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വച്ഛന്തമായിട്ടുള്ള മയക്കം, അതുപോലെ തന്നെ ഗാഠനിദ്ര എന്നിവ സംജാതമാക്കാൻ ഈ പ്രാക്ടീസ് കൊണ്ട് സാധിക്കും. 15 മിനിറ്റ് സമയം നമ്മളിതിനു വേണ്ടി ചിലവഴിക്കുക, രാത്രി കിടക്കുന്നതിന് അല്പസമയം മുമ്പായിട്ട്. അങ്ങനെ അർത്ഥശൂന്യമായിട്ടുള്ള ഈ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേക്കിയുടെ സിമ്പലുകൾ ഏത് വേണമെങ്കിലും പവർഫുള്ളായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ദേവവാണി ധ്യാനത്തിൻ്റെ പ്രത്യേകത. ഹേലോ കീലോ മാന ഹോലോ സേഹേക്കി സോഹം എന്നുള്ളത് ഒരു പ്രകൃതിയുടെ അനുരണനത്തിന് വഴങ്ങുന്ന ഒരു സംഗീതാത്മക താളമാണ്. അതിന് അർത്ഥമുണ്ട്, പക്ഷേ
റേക്കിയുടെ സിമ്പലുകൾക്കും അതുപോലെ തന്നെ അർത്ഥങ്ങളുണ്ട്. ഹോൺഷാസി ഷോനെൻസെ ഹേക്കീസ് ടോക്കൂരെ. അതുപോലെ മറ്റ് സിമ്പലുകൾക്കും വളരെ ഏറെ വാല്യുബിളായിട്ടുള്ള മീനിങ്സ് അടങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ രാത്രി സമയങ്ങളിൽ ഉണർത്തിയതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ റേക്കിയുടെ ഒരു എക്സ്പേർട്ടായിട്ട് മാറാൻ സാധിക്കും. താങ്ക് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.